നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചൻ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മലബാറിൻ്റെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് നോമ്പുതുറ സമയമാകുമ്പോൾ എല്ലായിടത്തും മലബാറിൽ കാണുന്ന ഒരു വിഭവം കൂടിയാണ് ഈ ഉന്നക്കായ എന്നറിയപ്പെടുന്ന നമ്മുടെ ഏത്തയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇനി ആരും വീട്ടിൽ ഏത്തയ്ക്ക പഴുത്ത് കളയാൻ വേണ്ടി നിൽക്കേണ്ട. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു 10-30 മിനിറ്റിനകം തന്നെ നമുക്കിങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് 3 പഴുത്ത ഏത്തക്കയാണ്. ഒരുപാട് പഴുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ പഴുത്ത ഏത്തക്കായുടെ തൊലി ഒന്ന് കളയുവാണ്. അപ്പോൾ ഈ തൊലി കളയുമ്പോൾ ഇങ്ങനെയുള്ള നാരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് എടുത്ത് കളയാം. ഇപ്പം തന്നെ ഈ ഏത്തയ്ക്ക കുറച്ച് പഴുത്തു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും കൂടി പഴുക്കണ്ട. ഇതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലായാലും നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈ ഏത്തയ്ക്ക ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് നാരും കുറച്ച് ഏത്തയ്ക്കയുടെ സീഡ്സൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ അങ്ങ് എടുത്ത് കളയാം. ഇനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റിന് താഴെ മാത്രം മതി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ ഇത് നല്ലതുപോലെ പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇഡലി പാത്രത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റീമറിൽ വെച്ചോ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഒരുപാട് സമയം വെക്കരുത്. വെക്കുവാണെങ്കിൽ വെള്ളം കയറിയിട്ട് ഇത് ഒരുപാടങ്ങ് വെന്ത് പോകും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നിൽക്കരുത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിലാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. വെറും 2 മിനിറ്റ് മാത്രമേ ഞാനിത് സ്റ്റീം ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ 2 കട്ട ശർക്കരയാണ് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് കട്ടിയായിട്ടൊരു സിറപ്പ് പരുവത്തിലാണ് നമ്മുടെ ശർക്കര പാനി എടുക്കുന്നത്. ഈ ശർക്കര അലിയുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഉന്നക്കായുടെ അകത്ത് വെക്കാനുള്ള കോക്കനട്ടിൻ്റെ ഒരു മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നെയ്യാണെങ്കിൽ നെയ്യിൽ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിനൊന്നും വലിയ കണക്കൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കുവാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ, നെയ്യിൽ മൂപ്പിക്കുവാണെങ്കിൽ നമ്മുടെ അകത്ത് വെക്കുന്ന ആ ഉന്നക്കായുടെ ആ മിക്സിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ നട്ട്സും മുന്തിരിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. ഞാനൊരു ഏകദേശം 3/4 കപ്പോളമാണ് ഇടുന്നത്. ഒരു അരമുറി തേങ്ങ മതിയായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സാധനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒരു മീഡിയം തീയിലിട്ടിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നെയ്യിൽ നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്ത് വരണം. ഒരുപാട് സമയം വേണ്ട. ഒരുപാട് സമയം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ തേങ്ങയിലുള്ള ആ ഒരു വെള്ളമയൊക്കെ ഒരുപാടങ്ങ് വറ്റിപ്പോവും. അത്രയ്ക്ക് വേണ്ട. അപ്പോൾ ഏകദേശം ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 ഏലയ്ക്ക നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നല്ലൊരു മണമാണ് അതിന് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് പോലെ. ഇപ്പം ഞാൻ ചേർത്തത് ഒരു നുള്ളുപ്പാണ്. എല്ലാ മധുരവും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര സിറപ്പാക്കി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കൂ, നല്ല കട്ടിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ലൂസ് വേണ്ട. ഈ ഒരു സിറപ്പ് പരുവത്തിലാവുമ്പോൾ നല്ലതുപോലെ നമ്മുടെ തേങ്ങായും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മുടെ ഈ ശർക്കരയിൽ നല്ലതുപോലെ പിടിച്ച് നല്ലൊരു മിക്സായിട്ട് നമുക്ക് കിട്ടും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ചില ആൾക്കാർക്ക് ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ള മധുരം നിങ്ങൾക്ക് ക്രമീകരിക്കാം. അപ്പം ഞാൻ ഇത്രയും ഒരു 1/2 കപ്പോളം ശർക്കരയുടെ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പം നല്ലതുപോലെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തയ്ക്ക റെഡി ആയോ എന്ന് നോക്കാം. അപ്പം ഒരു 2 മിനിറ്റ് മാത്രമാണ് ഞാൻ വെച്ചത്. അപ്പം ഏത്തയ്ക്ക നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തോന്ന്. ഇതാ നോക്കൂ, വെന്തിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളത് ആവിയിൽ നിന്ന് അങ്ങ് മാറ്റണം, അല്ലെങ്കിൽ വീണ്ടും ഇതിരുന്ന് വെന്തു പോകും. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. എനിക്കിപ്പോഴേ ഒരു സംശയമുണ്ട്, കുറച്ചൊന്ന് ഓവറായിട്ട് പഴുത്തു പോയോ എന്ന്. അപ്പം ഇങ്ങനെ അഥവാ പഴുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു പൊടിക്കൈയുണ്ട്. അപ്പം നല്ലതുപോലെ ഇതൊന്ന് എന്തെങ്കിലും വിസ്കോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നല്ലതുപോലെ ഉടച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഏത്തക്കയുടെ മിക്സിന് ഒരു നല്ല മുറുക്കം കിട്ടും. ഇപ്പം പഴം ഇത്രയും പഴുത്തതല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയൊന്നും ചേർക്കേണ്ടി വരില്ല. നല്ലതുപോലെ തന്നെ അത് ഇങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ അത് ഉരുണ്ട് വരും ഇങ്ങനെ. അപ്പോൾ നമുക്കിനി നമ്മുടെ തേങ്ങ മിക്സ് ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉന്നക്കായ
പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഈ ഏത്തക്കയുടെ കൂട്ടിൽ നിന്ന് ഒരു ചെറുനാരങ്ങ വലിപ്പം അല്ലെങ്കിൽ ഒരു ലഡുവിൻ്റെ വലിപ്പം എന്നൊക്കെ പറയാം. ഈ ഒരു പരുവത്തിൽ നമ്മളൊരു ബോൾ എടുക്കണം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തിയിട്ട് ആ നടുഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത്, എന്നാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും, നമ്മുടെ നെയ്യിലൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് അതിൻ്റെ 2 ഭാഗവും അടച്ചതിന് ശേഷം ഈ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടുമ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് താമസിക്കേണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ആകെ ഒരു 30 മിനിറ്റ് മാത്രം മതിയാവും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലാണിത് വറുക്കാനെടുക്കുന്നത്. ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം, നമ്മൾ ഈ കാസ്റ്റ് അയണിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം എണ്ണയൊക്കെ വീണ്ടും ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉന്നക്കായ ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് നോക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കുകളാണെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ആ താഴെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടി വരില്ല. അതിനുശേഷം പിന്നീട് അത് നോർമലായിട്ട് അങ്ങ് ഫ്രൈ ആയിക്കോളും. മീഡിയം ഫ്ലെയിമിൽ ഒരു ഏകദേശം 15 മിനിറ്റോളം എടുക്കും നമ്മുടെ ഉന്നക്കായ ഒന്ന് റെഡിയായി വരാൻ. എന്നാലും നിങ്ങളുടെ തീ അനുസരിച്ചിരിക്കും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലേ നമ്മളിത് വെക്കാവുള്ളൂ. അപ്പം ചെറുതായിട്ട് ഇത് ഗോൾഡൻ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ അവിടെ കിടന്ന് മുരിയട്ടെ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതിനുശേഷം നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉന്നക്കായ റെഡിയായി വരുന്നുണ്ട്. എന്നാലും കളർ കുറച്ചും കൂടെ ഒന്ന് ആവണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഉന്നക്കായ വളരെ കറക്റ്റ് രീതിയിൽ തന്നെ നല്ല കളറിൽ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പം ഉന്നക്കായ എണ്ണയിൽ നിന്ന് ഇങ്ങ് എടുക്കുകയാണ്. അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നൊയമ്പ് വരെയോ അല്ലെങ്കിൽ ഈ സ്നാക്ക് കഴിക്കാൻ മലബാർ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴൊക്കെ ഏത്തയ്ക്ക വാങ്ങുന്നു അപ്പോഴൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.